നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു. പെട്ടെന്നൊരു യാത്ര, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാനുണ്ട്, പലതും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് കാണേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാന് അതിമാരകമായ പ്രഹരം കൊടുത്തു. ഈ പ്രഹരശേഷി നമുക്ക് കൈവന്നതിൽ റഷ്യൻ ആയുധങ്ങളാണ്. സുഖോയ് Su-30 MKI എന്നുള്ള യുദ്ധവിമാനത്തിൽ നിന്ന് നമ്മൾ ബ്രഹ്മോസ് ഉൾപ്പെടെ പ്രയോഗിച്ചു. അപ്പോൾ നമ്മുടെ വ്യോമ പ്രതിരോധം തീർക്കാൻ S-400 ഉണ്ടായിരുന്നു. റഷ്യയുടെ സുഖോയ് വിമാനങ്ങൾ സഹായിച്ചു. റഷ്യൻ സഹകരണത്തോടെ നമ്മൾ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് ഉപയോഗിച്ചു. നമ്മുടെ ആകാശം ഉൾപ്പെടെയുള്ള L-70 ഗൺസ്, ഈ ഡ്രോണുകളെ മുഴുവൻ ഉപയോഗിച്ചിട്ട് S-400 ഒന്നുമല്ല. കാരണം അത് നഷ്ടമാണ്. കാരണം 20,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഡ്രോണിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഈ കൊതുകിനെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ S-400 ആവശ്യം വന്നിട്ട്. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവാണ്, വളരെ ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ L-70 ഗൺസ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഡ്രോൺസുകളെ വീഴ്ച. പിന്നെ ആകാശ് മിസൈൽ, നമ്മുടെ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പക്കലുള്ള റഷ്യൻ ആയുധങ്ങളുടെ മികവ്, ഇന്ത്യൻ ആയുധങ്ങളുടെ ഒപ്പം തന്നെ റഷ്യൻ ആയുധങ്ങളുടെ മികവ് പരീക്ഷിക്കപ്പെട്ടു, ഉറപ്പാക്കപ്പെട്ടു. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന അമേരിക്കയുടെ F-13 ഉൾപ്പെടെ പാകിസ്ഥാന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ചൈനയുടെ HQ-9 ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നു. അവരുടെ മിസൈൽ സംവിധാനങ്ങൾ തകർന്നു. മൊത്തത്തിൽ ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ മികവുറ്റതല്ല, വലിയ പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ ഏതായാലും നമ്മൾ ഈ യുദ്ധം ഒരു 3-4 ദിവസം നീണ്ടു നിന്ന പരിമിതമായ യുദ്ധമാണെങ്കിലും നമ്മുടെ ആയുധ ശേഖരത്തിൽ നല്ല കുറവുണ്ടായിട്ടുണ്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ, യുദ്ധകാലമാണ്, അതിവേഗത്തിൽ റീപ്ലേസ് ചെയ്യണം. മാത്രമല്ല നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും മികച്ച ആയുധങ്ങൾ റഷ്യയുടേതാണെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ 2 കാര്യങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് അടിയന്തരമായി പോകുന്നതെന്ന് പ്രതിരോധ സൈറ്റുകൾ പറയുന്നു. ഒന്ന്, S-400 2 ബാറ്ററികൾ നമുക്കിനി കിട്ടാനുണ്ട്, 2 യൂണിറ്റുകൾ നമുക്ക് കിട്ടാനുണ്ട്. റഷ്യ ഇതുവരെ തന്നില്ല. 2019 നരേന്ദ്രമോദി ഈ കരാറുണ്ടാക്കുന്നത്. കരാർ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം 2018 $5.4 മില്യൺ ഇടപാടാണ് S-400 വേണ്ടിയിട്ട് ഉണ്ടായത്. 40,000-ൽ പരം കോടി രൂപയുടെ ഇടപാടായിരുന്നു. അത് നമ്മൾ ആ കരാർ ഒപ്പിട്ടപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായി. ഇടതുപക്ഷക്കാർ, കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു ഇത് രാജ്യത്ത് പട്ടിണി ഉണ്ടാകുമ്പോൾ ആയുധ കച്ചവടത്തിൽ, ആയുധ മത്സരത്തിന് വേണ്ടി ഇന്ത്യ ഇറങ്ങുന്നു, മോദി യുദ്ധക്കൊതിയനാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആഭ്യന്തരമായി നമ്മളിത് വാങ്ങാതിരിക്കാൻ വേണ്ടി വലിയ പ്രതിഷേധം ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും നടത്തി. അതോടൊപ്പം തന്നെ അമേരിക്ക പറഞ്ഞു നിങ്ങൾ S-400 മേടിച്ചാൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. അമേരിക്കയ്ക്കും താല്പര്യമില്ലായിരുന്നു. കാരണം റഷ്യയുടെ ആയുധങ്ങൾ, കാരണം അമേരിക്ക നമ്മളെ കാണുന്നത് ആയുധം വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ട് മാത്രമാണ്, നമ്മുടെ ബന്ധുവായിട്ടല്ല. റഷ്യ കാണുന്നത് നമ്മളെ ഒരു ബന്ധുവായി കാണുകയും ഒപ്പം നമുക്ക് ആയുധം തരികയും ചെയ്തു. അപ്പോൾ ഇതാണ് വ്യത്യാസം. റഷ്യയുടെ സാധനം വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ചൊറിഞ്ഞു. എന്നാൽ അമേരിക്ക നമുക്ക് തരുമോ? അതുമില്ല. അതുകൊണ്ട് വലിയ ഉപരോധമൊക്കെ ഉണ്ട്. അപ്പോൾ അകത്തും പുറത്തും വലിയ സമ്മർദ്ദമുണ്ടായിട്ടും ആ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് മോദി ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് S-400 യൂണിറ്റ് ഒക്കെ റെഡിയാക്കി ഷോപ്പിൽ വെച്ചിരിക്കുന്നതല്ല, അത് എടുത്തിങ്ങ് തരാനായിട്ട്. അത് നിർമ്മിച്ചാണ് നമുക്ക് കൈമാറുന്നത്. അങ്ങനെ നിർമ്മിച്ച് കൈമാറുന്നതിനിടയ്ക്കാണ് വളരെ പെട്ടെന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം വന്നു. റഷ്യക്ക് കയ്യിലുള്ള S-400 അതിർത്തിയിലൊക്കെ വിന്യസിക്കേണ്ടി വന്നു. ആ കയറ്റുമതി പിന്നെ അങ്ങനെ അവർ ഒരുപാടുണ്ടാക്കി കൊടുക്കുന്നില്ല. അവരുടെ രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും S-400 ഉണ്ടാക്കുന്നത്. ഇന്ത്യയുമായുള്ള നല്ല ബന്ധം കൊണ്ടാണ് നമുക്ക് തന്നത്. നമ്മളത് കൊണ്ടുവന്ന് അതിർത്തിയിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 2 യൂണിറ്റുകൾ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അത് ത്വരിതപ്പെടുത്തണം, പെട്ടെന്ന് അത് കിട്ടണം എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യമാണ് വളരെ കൗതുകത്തോടെ ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ സൈറ്റുകൾ കാണുന്നത്. ഇന്ത്യ ചോദിക്കാൻ പോകുന്നു S-500 നമുക്ക് തരുമോ എന്ന്. S-500 എന്ന് പറയുന്ന ലോകത്തെ ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സന്നാഹമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. 2019 ജൂണിലാണ് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടായത്. 2021 ഇതാദ്യം ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഉപഗ്രഹങ്ങളെ വരെ തകർക്കാൻ പറ്റും, സാറ്റലൈറ്റ്സിനെ വരെ തകർക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനമാണ് ഈ ട്രയംഫേറ്റർ എന്നാണ് ഇതിന് വിളിപ്പേര്. S-400 വിളിക്കുന്ന ട്രയംഫ് എന്നാണെങ്കിൽ S-400 ട്രയംഫ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളത് സുദർശൻ ചക്ര എന്ന പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷേ റഷ്യ വിളിക്കുന്നത് ട്രയംഫ് എന്നാണ്. S-500 വിളിക്കുന്ന ട്രയംഫേറ്റർ എന്നാണ്. അതിന് പ്രൊമിത്യൂസ് എന്ന് പറയും. പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് കഥാപാത്രമാണ്. പ്രൊമിത്യൂസിനെ
പ്രൊമിത്യൂസ് അഗ്നി മോഷ്ടിച്ചു. എൻ്റെ കഥ ഓർമ്മയെന്ന് പറയാണ്. ദേവന്മാരുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന അഗ്നി മോഷ്ടിച്ച് ഭൂമിയിലെ മനുഷ്യർക്ക് കൊടുത്തു. ഭൂമി മനുഷ്യർക്കൊന്ന് തീ ഉണ്ടായിരുന്നില്ല. തീ ഉണ്ടാകാത്ത ലഭ്യമാകാത്ത കാരണം മനുഷ്യൻ ഏറ്റവും അപരിഷ്കൃതരായി കഴിഞ്ഞിരുന്നതുകൊണ്ട് അവർ പച്ചമാംസം കഴിച്ചും അവർക്കൊന്നും അഗ്നിയാണല്ലോ, തീ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും. തീക്ക് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ വ്യവസായം തീയിൽ അധിഷ്ഠിതമാണ് അല്ലേ? തീ വേണം. ലോകത്തെ ആകെ മാറ്റിമറിച്ച രണ്ട് കാര്യങ്ങൾ, ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ചക്രം കണ്ടുപിടിച്ചതോടാണ് മാനവരാശി കുതിച്ചു മുന്നോട്ട് പോയത്. ആ യന്ത്രങ്ങളിൽ, വാഹനങ്ങളിൽ എല്ലാം ചക്രം വന്നതോടുകൂടി വലിയ തോതിലുള്ള വ്യാവസായിക വിപ്ലവം ഉണ്ടായി, മാനവരാശിയുടെ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായി. അതുപോലെ സാംസ്കാരികമായി മനുഷ്യനെ വളർത്തിയ ഒന്നാണ് അഗ്നിയുടെ കണ്ടുപിടുത്തം. അപ്പം അഗ്നിയില്ലാതെ നരകയാതന അനുഭവിച്ച മനുഷ്യർക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി കൊണ്ടു കൊടുത്തു പ്രോമിത്യൂസ്. പ്രോമിത്യൂസിനെ ദൈവങ്ങൾ ശിക്ഷിച്ചു. ഒരു മലയിടുക്കിൽ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ചങ്ങലയ്ക്ക് വലിച്ചു കെട്ടി അദ്ദേഹത്തെ തടവിലിട്ടു, ഒരു മലയിടുക്കിൽ. എന്നിട്ട് എന്നും ഒരു കഴുകൻ പറന്നു വരും. കഴുകൻ പറന്നു വന്ന് അയാളുടെ നെഞ്ച് കൊത്തി കീറിയിട്ട് കരൾ തിന്നും. എന്നിട്ട് കഴുകൻ തിരിച്ചു പോകും. പിന്നെ രാത്രിയാകുമ്പോൾ ഈ കരൾ വീണ്ടും പഴയ പോലെ ഉണ്ടാവും. പിറ്റേന്ന് വീണ്ടും കഴുകൻ വരും. അങ്ങനെ നിരന്തരം പീഡിപ്പിക്കപ്പെടും. എന്നാലും ആ പീഡനത്തെ അതിജീവിച്ചുകൊണ്ട് കരളുറപ്പോടെ തിരിച്ചു വരും ആര്? പ്രോമിത്യൂസ്. പ്രോമിത്യൂസിനെ പിന്നെ യമന നായകനാണ് വന്ന് രക്ഷപ്പെടുത്തുന്നത്. എനിക്കൊന്ന് പാരീസാണോ ഹെർക്കുലീസ് ആണോ എന്നുള്ളത് ഞാൻ മറന്നുപോയി, പണ്ട് വായിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അതിന് പ്രൊമിത്യൂസ് എന്നാണ് പറയുന്നത്. ഈ പ്രൊമിത്യൂസ് അല്ലെങ്കിൽ ട്രയംഫേറ്റർ എന്ന് പറയുന്ന ഇത് അതീവ രഹസ്യമായിട്ട് റഷ്യ ഇപ്പോഴും അതിനെ ഒരുപാട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അൽമഡ് ആൻഡ് എയർ ഡിഫൻസ് കൺസേൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്ന് ലോകത്തിനറിയാം. അവരുടെ അവകാശവാദം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ലോകത്തിന്നുള്ള എല്ലാ തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ആകാശ പ്രതിരോധ സംവിധാനമാണ് S-500. അപ്പോൾ അത് മാത്രമല്ല 2021 മുതൽ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിശ്വസനീയമായ സോഴ്സുകൾ പറയുന്നത്. ഇപ്പോൾ ക്രിമിയയിൽ ഇത് S-500 ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന് ഉക്രൈൻ പറയുന്നുണ്ട്. അത് S-550 എന്ന് പറഞ്ഞൊരു ഒരു മിസൈൽ സംവിധാനം റഷ്യക്കുണ്ട്. അതിൻ്റെ കൂടെ S-500 കൂടെ ക്രിമിയ പ്രദേശത്ത്, ക്രിമിയ പണ്ട് ഇവരുടെ ഭാഗത്ത് പിടിച്ചെടുത്ത, ഉക്രൈൻ്റെ നിന്ന് റഷ്യ പിടിച്ചെടുത്താണ്. അവിടെ ഒരു തരത്തിലും ഇനി ഉക്രൈൻ തിരിച്ചു കയറാതിരിക്കാൻ വേണ്ടി S-500 S-550 എന്ന് പറയുന്ന മിസൈൽ സംവിധാനവും റഷ്യ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉക്രൈൻ പറയുന്നുണ്ട്. ഏതായാലും S-500 എന്ന് പറയുന്ന ഒരു മരീചികയാണ്, ഒരു പ്രഹേളികയാണ്. പക്ഷേ റഷ്യയുടെ പക്കലുണ്ട് അതീവ നിഗൂഢമായ. നമ്മൾ ആലോചിച്ച് നോക്കുന്നത് ഇനിയുള്ള യുദ്ധങ്ങളൊക്കെ പറയുന്നത് ഇപ്പം തന്നെ മനുഷ്യനില്ലാതെ ഡ്രോണുകൾ പോയാണ്, കാമിക്കാസെ ഡ്രോണുകളൊക്കെ പോയാണ് ആക്രമിക്കുന്നത്. നമ്മൾ ഈ യുദ്ധത്തിൽ കണ്ടു എന്ന് പറയുന്ന പോലെ ഇനി ഭാവിയിലെ യുദ്ധങ്ങൾ തോക്കിന് പകരം ലേസർ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ലേസർ ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നിന്നല്ല, സാറ്റലൈറ്റുകളിൽ ലേസർ ഗണ്ണുകൾ പിടിപ്പിച്ചിട്ട് നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന പോലെയാണ്. ഇന്ത്യയുടെ സാറ്റലൈറ്റ് നിൽക്കുന്നു, പാകിസ്ഥാൻ്റെ നേരെ മുകളിൽ വരുന്നു, അതിൽ നിന്നൊരു ലേസർ ഗൺ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അവിടെ നിന്നൊരു ലേസർ ബീം വരുന്നു, ലാഹോർ കത്തിപ്പോകുന്നു. അപ്പോൾ സാറ്റലൈറ്റ് അധിഷ്ഠിതമായ യുദ്ധത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ തന്നെ അത്തരം സംവിധാനങ്ങൾ റഷ്യക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരു വലിയ മിസ്റ്ററിയാണ്. ഇലൂമിനാറ്റി എന്നൊക്കെ പറയുന്ന ഒരു ദുരൂഹമാണ്. സാറ്റലൈറ്റുകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ റോക്കറ്റ് വിടുന്നു, എന്തിന് റോക്കറ്റ് വിട്ടു, റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമെന്ന് ചോദിച്ചാൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് കാലാവസ്ഥ അറിയാൻ വേണ്ടി മാത്രമല്ല, കൃഷി സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വിദ്യാഭ്യാസത്തെയും ടെലികമ്മ്യൂണിക്കേഷനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, യുദ്ധകാര്യങ്ങൾക്ക് കൂടിയാണ്. ശത്രുവിൻ്റെ പൊസിഷൻ അറിയാം, ശത്രുവിനെ കാണാം, അതിൻ്റെ കൃത്യമായ ഡാറ്റ കൊടുക്കാം. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ലേസർ ബീമുകളും ലേസർ അറ്റാക്കും ഒക്കെ നടക്കുന്ന, എന്തിന് ലേസർ അറ്റാക്ക് മാത്രമല്ല മിസൈൽ അറ്റാക്ക് നടത്തിക്കൂടെ? സാറ്റലൈറ്റിൽ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്തിട്ട് നേരെ അവിടുന്ന് ഭൂമിയിലേക്ക് വരുന്നു. അതൊക്കെ അസംഭവ്യമല്ല. നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലത്താണ് ഭൂമിയിൽ നിന്ന് സാറ്റലൈറ്റുകളെ തകർക്കാൻ ശേഷിയുള്ള ഒരു വ്യോമം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് വായു ഉള്ള മേഖലമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിനപ്പുറത്തേക്കാണ് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത്. സ്പേസിലുള്ള വസ്തുക്കളെ പോലും തകർക്കാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനമാണ് S-500. അത് റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ റഷ്യ അതിൻ്റെ വിവരങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ പോയിട്ട് ചോദിക്കാൻ പോകുന്നത് S-400 ഒക്കെ തരുമ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ നമ്മൾ ഈ S-400 നമ്മൾ മേടിച്ചിരിക്കുന്നത് $5.4 ബില്യൺ. ഇത്
ഒരു S-500 വില, യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 2.5 ബില്യനാണ്. അതായത് നമ്മൾ എൻ്റയർ S-400 സംവിധാനം നമ്മൾ 6-7 യൂണിറ്റുകൾ വാങ്ങി. അതിൻ്റെ വിലയേക്കാളും കൂടുതലാണ് ഒരു സിംഗിൾ യൂണിറ്റിന്. അതിപ്പോൾ നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. അത് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. നമുക്കിത് കിട്ടുമോ എന്നറിയില്ല, റഷ്യ തരുമോ എന്നറിയില്ല, അത് വാങ്ങിയാൽ അമേരിക്കയുടെ വലിയ ഉപരോധം വരുമോ എന്നറിയില്ല. പക്ഷേ അതിലേക്ക് അമേരിക്ക ഉപരോധിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യമായി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ അമേരിക്കയും നമ്മളുമായിട്ടുള്ള ബന്ധം അത്രത്തോളം ഊഷ്മളമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്രയേലും ട്രംപും, നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധം പോലും പഴയ ഊഷ്മളതയല്ല ഇപ്പോൾ നിൽക്കുന്നത്. എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ, ട്രംപിൻ്റെ ഈ ഓന്തിനെ പോലെ നിറം മാറുന്ന നിലപാട് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയി. ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞൊരു ട്രംപിനെ നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ച് ട്രംപ് മിണ്ടുന്നില്ല. കാരണം ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിന് നേരിട്ട് ബംഗ്ലാദേശിലേക്ക് സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കൊടുക്കാനുള്ള അനുവാദം ബംഗ്ലാദേശ് കൊടുത്തു കഴിഞ്ഞു. അപ്പം ട്രംപിൻ്റെ കൂട്ടുകാരുടെ കച്ചവടം കിട്ടി. ഇന്ത്യ സമ്മതിക്കുന്നില്ല. കാരണം ഇവിടെ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ജിയോയും എയർടെലും ഒക്കെ ഉൾപ്പെടെ വലിയ കമ്പനികളുണ്ട്. നേരിട്ട് സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ താർന്നു പോയാൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ ദോഷം ഉണ്ടാകും. കാരണം സ്റ്റാർലിങ്ക് ഇലൺ മസ്ക് ഈ നേരിട്ട് സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കൊടുക്കുന്ന സംവിധാനം നടപ്പാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ കയറിയും പണം അത്ര എങ്ങോട്ടാണ് പോകുന്നത്? അമേരിക്കയ്ക്ക് പോകും. അപ്പോൾ അതിനൊക്കെ അത്തരം കാര്യങ്ങളിലൊന്നും മോദി ഇപ്പോഴും വഴങ്ങുന്നില്ല. ആലോചിക്കാം, നോക്കാം, വേണ്ട പോലെ ചെയ്യാം എന്നൊക്കെ പറയുന്നതല്ലാതെ. അപ്പോൾ പെട്ടെന്ന് ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യമാണെങ്കിലും അവിടെ കച്ചവടം കിട്ടിയപ്പോൾ മസ്ക് അവിടെ പോയി ആ കച്ചവടം ഉറപ്പിച്ചു, യൂനിസുമായി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ 500 വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും റഷ്യ അത് തരാം, 1-2 യൂണിറ്റുകൾ നമുക്ക് തരാം എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അമേരിക്ക വലിയ കോലാഹലം ഉണ്ടാക്കും. ഏതായാലും ഡോവലിൻ്റെ യാത്ര ഒന്നും കാണാതെയല്ല, വളരെ കൃത്യമായ അജണ്ടയോടെയാണ്. ഇതൊക്കെ സ്പെക്കുലേഷൻസാണ്. ഇതൊക്കെ ഒന്നും ഒഫീഷ്യലി എന്തിനു ഡോവൽ പോകുന്നു എന്ന് ആരും പറയാൻ പോകുന്നു. ഇനി പറഞ്ഞാൽ തന്നെ പോയ കാര്യമായിരിക്കില്ല പറയുന്നത്. പക്ഷേ ഈ ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ സൈറ്റുകൾ പറയുന്നത് S-400 ബാക്കി യൂണിറ്റുകൾ അടിയന്തരമായി വാങ്ങാനും ഒപ്പം S-500 കുറിച്ച് ഉള്ള ചർച്ചകൾ ആരംഭിക്കാനുമാണ് ഡോവൽ പോകുന്നതെന്ന് പറയുന്നത്. ഏതായാലും ഡോവലിൻ്റെ യാത്ര മോദിയുടെ നിർദ്ദേശപ്രകാരമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സുഖമായി ഭീതിയില്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അജിത് ഡോവൽ പോവട്ടെ, ഇന്ത്യൻ ജെയിംസ് ബോണ്ട് വിജയങ്ങൾ നേടി തിരിച്ചു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.